ഞാൻ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് അപ്പം മാത്രമായിരുന്നു. പിന്നെ അധികവും വിളിക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ പറയായിരുന്നു ഞാൻ. പിന്നെ ഇന്റർവ്യൂസിലാണെങ്കിലും ചോദിക്കുമ്പം ഞാൻ പലപ്പോഴും നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു നിമിത്തം പോലെ അങ്ങനെ വന്നതാണ് ഒരുത്തി. അപ്പൊ ഒരുത്തി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റിലീസായിട്ട് ഒരു വർഷമായി. അപ്പൊ ഇപ്പോ ഒരു വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ അടുത്ത സിനിമയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് എടുത്ത് തന്നെ സിനിമ ചെയ്യുന്നുള്ളൂ. അല്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ചേച്ചി ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് അഭിനയിച്ച് തകർത്ത് ഒരു ബ്രേക്ക് എടുത്താൽ പോലും ചേച്ചി അടുത്തേക്ക് സിനിമകൾ വരാതിരുന്നിട്ടായിരിക്കില്ല. ചേച്ചി വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പൊ പറ്റില്ലായിരുന്നു എനിക്ക്. പക്ഷെ എപ്പോഴും നാട്ടിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളായിരുന്നില്ലേ? ഭയങ്കരമായിട്ട്. എനിക്ക് നാടാണ് ഇഷ്ടോടോ. എന്റെ നാടും വീടും എന്റെ അമ്മയും അച്ഛനും ഇവിടെ, എന്റെ നാടും റേഷകടയും എന്നൊക്കെ. നമുക്ക് നമ്മുടെ നാടും നമ്മുടെ റേഷകടയും പട്ടണത്തിൽ പറഞ്ഞ പോലെ. എനിക്ക് എന്താ അറിയില്ല, ഇവിടുത്തെ ഈ കുത്തിത്തിരിപ്പും ഈ കുണ്ടുകുഴിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ നമ്മളോരോന്നും അറിയില്ലേ, ഓ കേരളത്തിലെ ട്രാഫിക്, കേരളത്തിലെ മറ്റേ വൃത്തിയില്ലായ്മ ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്താന്നറിയില്ല, വേറെ എവിടെ കൊണ്ടിട്ടാലും എനിക്ക് ഇതൊക്കെ തന്നെ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും കൊതുകടിയും മെയിൻ എടുത്ത് പറയണം. എന്തൊക്കെ ആയാലും ശരി, ഒരു ഒരു പ്രത്യേക വികാരമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല. അല്ല, കുറെ ആൾക്കാര് എന്റെ കസിൻസ് ഒക്കെ തന്നെ UK പോയിട്ട് അവരവിടെ വീട് മേടിച്ച് സെറ്റിൽ ആവുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് UK പോകണമല്ലോ, അവരിടയ്ക്കൊന്ന് നാട്ടിലേക്ക് വരുള്ളൂ. ട്രിപ്പൊക്കെ പോവില്ലേ നമ്മൾ ഇവിടുന്ന് ഒരു 10 ദിവസം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടോ. എനിക്ക് ഭയങ്കര സഫക്കേഷനാ. ഞാൻ ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ഇത്രയും ദിവസം അവിടെ അഡ്ജസ്റ്റ് ചെയ്തു? ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ കൊതിയാവില്ലേ എന്നൊക്കെ ചോദിക്കും. അവർക്കൊരു കുഴപ്പമില്ല, എനിക്കാണ് കുഴപ്പം. യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിലെത്തിയതാണ് നവ്യ നായർ. നായികയായി മുന്നേറുന്നതിനിടെയായിരുന്നു വിവാഹം. ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനായിരുന്നു നവ്യയെ വിവാഹം ചെയ്തത്. വിവാഹശേഷം മുംബൈയിലേക്ക് ചേക്കേറുകയായിരുന്നു നടി. മകനായ സായ് കൃഷ്ണയുടെ വരവോടെ അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഇടവേളയിലിരിക്കുമ്പോഴും മനസ്സിൽ സിനിമയും നൃത്തവും ഉണ്ടായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ചില റിയാലിറ്റി ഷോകളിലേക്ക് അതിഥിയായി നവ്യ എത്തിയിരുന്നു. ഇതോടെയാണ് എന്നാണ് സിനിമയിലേക്ക് തിരികെ എത്തുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. VK പ്രകാശ് ചിത്രമായ ഒരുത്തിയിലൂടെയായിരുന്നു തിരിച്ചുവരവ് സാധ്യമായത്. രണ്ടാം വരവിലും കൈനിറയെ അവസരങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയത്. കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹമായ നൃത്തവിദ്യാലയം എന്ന സ്വപ്നം മാതങ്കിയിലൂടെ സഫലമാക്കുകയായിരുന്നു നവ്യ. വീടിനോട് ചേർന്നായിരുന്നു ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. എതിർപ്പുകളെ മറികടന്നാണ് മാതങ്കി തുടങ്ങിയത്. തന്റെ സമ്പാദ്യമാണ് വീടിനും മാതങ്കിക്കും വേണ്ടി ചെലവഴിച്ചത്. വീടിനോട് ചേർന്നായതിനാൽ കൂടുതൽ സൗകര്യമാണെന്നും നവ്യ വ്യക്തമാക്കിയിരുന്നു. ഭൂകമ്പം വന്നാലും അവൾ അറിയില്ല എന്നൊക്കെ പറയും. ഉറങ്ങിക്കഴിഞ്ഞാല് അച്ഛനും അമ്മയും എന്ത് ബഹളാണെങ്കിലും ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് രാവിലെ ഷൂട്ട് ഉണ്ടാവുമല്ലോ. സൺറൈസ് ഒക്കെ ആന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പോകണം. അപ്പൊ രാവിലെ എന്നെ കുത്തി ഉണർത്തു അച്ഛ 5 മിനിറ്റ് വീണ്ടും ഉറങ്ങും. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോ ഞാൻ അച്ഛ ഒരു 5 മിനിറ്റ് കൂടെ കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് 1.5 മണിക്കൂർ എടുക്കും. എന്നെ ഒന്ന് പൊക്കി പിന്നെ ഒന്ന് തന്നെ കുത്തി തിരുക്കി പല്ല് തേപ്പിച്ച്, ഇതൊക്കെ വലുതായതിനു ശേഷമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന അഭിനയിക്കുന്ന സമയം അന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയി അരുത്തിയെല്ലാം കാണിച്ച് ഞാൻ അഭിനയിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒക്കെ ആയ ഞാൻ ഇതൊരു സുപ്രഭാതത്തില് നമ്മൾ നാളെ എണീറ്റ് അങ്ങ് അമ്മയാവുകയാണല്ലോ. എന്ന് വെച്ചാല് ഓക്കെ ഗർഭിണിയാണ് എന്ന് വിചാരിച്ചപ്പോ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് പ്രസവം കൂടെ കഴിയുന്നു, ഞാൻ അമ്മയായി, അങ്ങനത്തെ സെറ്റല്ലേ. പക്ഷെ അതിലെന്തോ ഭയങ്കര ഒരു മാജിക് ഉണ്ട്. ഞാൻ ഈ വാവ ഉണ്ടായതിനു ശേഷം ഇതൊന്ന് നന്നാണെങ്കിൽ ഞാൻ ഉണരും. മറ്റേത് എന്നെ തന്നെ മാറ്റി കിടത്തിയാൽ ഞാൻ അറിയില്ല. എന്തെങ്കിലും പൊക്കിയെടുത്ത് മറ്റേ ലാസർ മുതലാളിയെ കൊണ്ടുപോയില്ലേ ഫ്രണ്ട്സില്, അതുപോലെ കൊണ്ടുപോയാൽ പോലും ഞാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ അപ്പൊ ഉണരും. അതിപ്പോഴും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ് ഐ ഹാവ് ബിക്കം എ മദർ. അവിടെയാണ് ഞാൻ അമ്മയായി എന്നുള്ളത്. അല്ലാതെ എൻ്റെ ഒരു കാര്യത്തിൽ അമ്മയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവന് വിശക്കുമ്പോൾ, അവൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെറുതായിരിക്കുമ്പോൾ പോകുന്ന സമയത്ത് ഞാൻ
അവന് വേണ്ട എല്ലാ മീലുകളും കഴിച്ചില്ലെങ്കിലും ഒക്കെ എൻ്റെ കയ്യിൽ പ്രിപ്പയർഡ് ആയിരിക്കും. അതൊക്കെ ഞാൻ അമ്മയായതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഞാൻ പോലും അറിയാതെ വന്ന റെസ്പോൺസിബിലിറ്റീസാണ്. ഉള്ളിൽ നിന്ന് വന്ന റെസ്പോൺസിബിലിറ്റി, ഉറക്കത്തിൽ വന്ന റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഇപ്പം ഞാനൊരു ചെറിയ അനക്കം കേട്ടാലും ഉണരും. യൂട്യൂബ് ചാനലിലൂടെയും നവ്യ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. കരിയറിലെയും ജീവിതത്തിലെയും കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ ശ്രദ്ധേയമായി മാറാറുണ്ട്. വീട്ടമ്മ ഇമേജിൽ നിന്നും മാറി കരിയറും സ്വപ്നങ്ങളും തിരികെ പിടിച്ചതിനെക്കുറിച്ച് വാചാലയായുള്ള അഭിമുഖം ശ്രദ്ധേയമായിരുന്നു. എർത്ത് ബൈ നവ്യ എന്ന ക്ലോത്ത് ബ്രാൻഡുമായും നവ്യ സജീവമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. ഇതൊരു ബിസിനസ് സംരംഭം മാത്രമല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ യാത്രയുടെ പ്രതിബിംബമാണ്. ഞാനും ഇതേ ബ്രാൻഡ് വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസൈനോ പാറ്റേണോ ഒന്നും ഇതിലില്ല എന്നും നവ്യ തുറന്നു പറഞ്ഞിരുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കൂടെയുള്ള നിങ്ങൾ ഇതും ഏറ്റെടുക്കുമെന്ന് അറിയാം. നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും കൂടെ വേണമെന്നും നവ്യ പറഞ്ഞിരുന്നു. ക്രിസ്മസ് കാർഡുകൾ അയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോയും നവ്യ പങ്കുവച്ചിരുന്നു. ഇതുവരെ എഴുത്തു കിട്ടിയിട്ടില്ലാത്ത കുറച്ച് കുട്ടികൾക്ക് കാർഡ് അയക്കാമെന്ന് കരുതി എന്നുമായിരുന്നു നവ്യ പറഞ്ഞത്. മുക്തയുടെ മകളായ കൺമണിക്കും ആശംസ അറിയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചേച്ചി ചോദിക്കില്ലേ, ഇത് ക്യാമറയിലൊന്നും വരത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നില്ലല്ലോ അല്ലേ. അപ്പൊ പാവം നമ്മുടെ ആൾക്കാരാണ് എല്ലാ റൂമിലും സ്ഥലവും ഇല്ല വേറെ എനിക്കൊന്നും മാറാൻ പോലും. ഷൂട്ടിംഗ് തീർന്നപ്പോ തന്നെ 1 മണി എന്തോ ആയി അല്ലേ, 1 മണി എന്തോ ആയി അന്ന് ഷൂട്ടിംഗ് തീർന്നപ്പോ. പിന്നെ ഒരു 3-3:30 വരെ കൂടെ ലിവിംഗ് റൂമിൽ പോസ്റ്റ് ആയിരുന്നു. ആൾക്കാർ വരുന്നു, സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവരുന്നു, സ്പാനർ കൊണ്ടുവരുന്നു, സ്ക്രൂ കൊണ്ടുവരുന്നു, വെട്ടുന്നു, പൊളിക്കുന്നു, കുത്തുന്നു. എന്നിട്ട് ലാസ്റ്റ് നടന്നോ? ശരിയാക്കി, ഞങ്ങള് പൂട്ടി സേഫ് ആയിട്ട് സേഫാക്കി. അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത ദിവസം കുളിച്ചിറങ്ങി പോയാ മതി. ഉറങ്ങാൻ പറ്റിയില്ല. അല്ല ഉറങ്ങി, അല്ല ഞാൻ പറയായിരുന്നു. കഥയായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സാജറേറ്റ് ചെയ്തതാ. കഥയല്ലേ, എക്സാജറേറ്റ് ചെയ്യാലോ. പിന്നെ ഈ സെറ്റിൽ ചേച്ചി കൂടുതൽ അലമ്പായിരുന്നു തോന്നുന്നു. ഓരോ സെറ്റിലൊന്നുമില്ല, ഞാൻ ഫുൾ അലമ്പ. ഈ ക്യാമറ വരുമ്പോ ഞാൻ കുറച്ച് സംയമനം പാലിക്കും. പക്ഷെ ഈ ഞാൻ അറിയാതെ എടുത്ത ക്യാമറ കണ്ണുകളിലൂടെ എടുത്താണ് പലതും. ഞാൻ അറിഞ്ഞിട്ടില്ല അവരുടെ ക്യാമറ ചലിക്കുന്നുണ്ട്. അതുകൊണ്ടേക്ക് ഞാൻ വളരെ മാന്യമായിട്ടായിരിക്കും. അല്ല, ബിഹൈൻഡ് ദ സീൻ ഒക്കെ ഫുൾ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ടൊക്കെ പൊക്കോണ്ട് ഷോർട്ടിലൊക്കെ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ. അത് ചുമ്മാ നിക്കുമ്പോഴേ നാട്ടുകാർക്കൊരു എന്റർടൈൻമെന്റ് വേണ്ട വിചാരിച്ചിട്ട്. നവ്യ ചേച്ചിയുടെ ഇനിയും ഒരുപാട് സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കാമോ? ഇനിയും വരുന്നുണ്ടോ ചേച്ചിയുടെ? പ്രതീക്ഷിക്കാം. എന്തായാലും 2 സിനിമയും കൂടെ എന്തായാലും ഉണ്ട്. 2 ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും വരും. എന്തായാലും വരും.